ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ നിർത്തിയിരുന്നതെന്ന് വെച്ചാൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വെച്ചാണ്. നമ്മൾ ഇന്ന് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വരുന്ന വേറൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്, നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഒന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. നമുക്കപ്പം ഇത് തുടങ്ങാം. ഈ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഒന്നോ അതിലധികമോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലേസിംഗ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് തന്നെ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കണ്ടീഷനകത്ത് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്ന എന്തിനായിരുന്നു? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനല്ലായിരുന്നു. അതേപോലെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന്റെ സിന്റാക്സ് ഒന്ന് നോക്കാം. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ? ഇഫ് കണ്ടീഷൻ, ഫസ്റ്റ് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതി അതിനകത്ത് തന്നെ അടുത്തൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കുന്നത്. എന്റെ മൗസിന്റെ പോയിന്റർ നോക്കി കണ്ടറിയാം. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് തന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കുന്നു. ആ ഇഫിന്റെ എൽസ് എഴുതിയിട്ട് അത് ക്ലോസ് ചെയ്ത് പിന്നെ ആദ്യത്തെ ഇഫിന്റെ എൽസ് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് തന്നെ അടുത്തൊരു ഇഫ് എഴുതിയിരിക്കുകയാണ്. ആദ്യത്തെ ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ, കണ്ടീഷൻ 1 ചെക്ക് ചെയ്യാനാണ്. രണ്ടാമത്തെ ഇഫ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യാനാണ്. ഇതിന്റെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർ ദാൻ 1 കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. നമുക്കിനി അതിന്റെ ഒരു പ്രോഗ്രാമും കൂടെ നോക്കാം. ഒരു എക്സാമ്പിളും കൂടെ പറയുമ്പോൾ, എക്സാമ്പിൾ പ്രോഗ്രാമും കൂടെ പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാമും കൂടെ നോക്കാം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് 3 നമ്പേഴ്സ് ഫ്രം കീബോർഡ് ആൻഡ് ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദം ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട്. ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ 3 നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. യൂസർ എന്റർ ചെയ്ത് കൊടുക്കുന്ന 3 നമ്പറിൽ നിന്ന് അതിന്റെ ലാർജസ്റ്റ്, ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ റിസൾട്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ നമുക്ക് അത് എഴുതാൻ വേണ്ടി നമ്മളെ കോഡ് ബ്ലോക്സ് ഐഡി എടുക്കാം. കോഡ് ബ്ലോക്സ് ഐഡി എടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആദ്യം പ്രോഗ്രാമിന് വേണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്തോ 3 നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 3 വേരിയബിൾ വേണം. നമുക്ക് ഇന്റിജർ ടൈപ്പ് നമ്പർ തന്നെ ഇൻഡോ ഫ്ലോട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഫ്ലോട്ട് കൊടുക്കാം. ഫ്ലോട്ട് എക്സ്, വൈ, ഇസഡ്. ആ 3 നമ്പർ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിൾ ആണ് എടുത്തിരിക്കുന്നത്. 3 വേരിയബിൾ ഒരു സെമി കോളം വെച്ച് നിർത്തി. ഇനി നമ്മൾ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അതിന് പ്രിന്റ് എഫ് എന്റർ ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം കൊടുത്തത്. ഇനി ഇതിനെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്, കീബോർഡിൽ നിന്ന് നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്തെടുക്കുന്ന ഡേറ്റയെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. അപ്പൊ സ്കാൻഎഫിനകത്ത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫ്ലോട്ട് ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? %f ആയിരുന്നു അല്ലേ? ആണ്. ഫ്ലോട്ട് ആണെങ്കിൽ %f ആണ് ഉപയോഗിക്കേണ്ടുള്ളത്. അപ്പൊ ഞാൻ %f ഇട്ടു, ദെൻ കോമ, ഒരു ആംപ്രസന്റ് ഇട്ടിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ചെയ്തു. ഇനി ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ടൈപ്പ് ചെയ്ത് ഇതാക്കണ്ട. അതുകൊണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. Ctrl+C, Ctrl+V, ഒരു Ctrl+Vയും കൂടെ. ഓക്കെ, 3 നമ്പറിന് വേണ്ടിയുള്ളതായി. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്പർ മാറ്റി സെക്കൻഡ് നമ്പർ ആക്കി കൊടുക്കുന്നു. സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാക്കിയ വേരിയബിൾ y ആണ്. അതേപോലെ ഇവിടെ തേർഡ് നമ്പർ നമ്മൾ കൊടുക്കുന്നു. തേർഡ് നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്ത വേരിയബിൾ ഏതാണ്? z ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? 3 നമ്പർ നമ്മൾ റീഡ് ചെയ്തെടുത്തു. അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനിയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, ഇഫിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എക്സ് വൈയെക്കാളും വലുതാണോ നമ്മൾ നോക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വെച്ചാൽ എക്സിനകത്തിരിക്കുന്ന വേരിയബിള്, എക്സിനകത്തിരിക്കുന്ന നമ്പർ വൈയെക്കാളും വലുതാണോ നമ്മൾ നോക്കുന്നു. എന്നിട്ട് അതിന്റെ ബോഡിയിലേക്ക് കയറുകയാണ്. അതിന്റെ ബോഡി പാർട്ടിലേക്ക് കയറുകയാണ് നമ്മൾ.
ഓക്കെ. ഇഫ് എക്സ് വൈയെ കാട്ടിയും വലുതാണോ എന്ന് നോക്കുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കണം, എക്സ് ഇസഡിനെ കാട്ടിയും വലുതാണോ എന്ന്. അപ്പൊ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ നെസ്റ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ് ആണെങ്കിൽ, അപ്പൊ നമ്മൾ ആ നോക്കിയെന്ന് വെച്ചാൽ എക്സ് വൈയെ കാട്ടിയും വലുതാണോ എന്ന് നോക്കുന്നുണ്ട്, അതേപോലെ എക്സ് ഇസഡിനെ കാട്ടിയും വലുതാണോ എന്ന്. അപ്പൊ എക്സ്, അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഇസഡിനെ കാട്ടിയും വൈയെ കാട്ടിയും വലുതാണെങ്കിൽ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കുമല്ലോ വലുത്. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു എക്സ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുക്കുന്നു. പ്രിന്റ് എഫ് എക്സ് ഈസ് ലാർജസ്റ്റ്. എക്സ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തോ കൊടുക്കണം? പെർസെന്റേജ് എഫ് എന്ന് ആദ്യം കൊടുക്കണം അല്ലേ? പെർസെന്റേജ് എഫ് എക്സ് ഈസ് ലാർജസ്റ്റ്. എക്സ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുത്താൽ കിട്ടൂല. പെർസെന്റേജ് എഫിനകത്ത് നമ്മൾ വരാനുള്ള വേരിയബിൾ അല്ലേ എക്സ്. നമ്മൾ എക്സ് ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ എക്സ് ഈസ് ലാർജസ്റ്റ് എന്ന് തന്നെ പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ കോമ എക്സ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി. ഓക്കെ, ആ ഇഫ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇഫിന്റെ എൽസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയ ഇഫിന്റെ അല്ല, രണ്ടാമത് തുടങ്ങിയ ഇഫിന്റെയാണ് എൽസ് നമ്മൾ എഴുതുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് നോക്കുന്നത്? ഇവിടെ എന്താണ് നോക്കുന്നത്? എക്സ് വൈയെക്കാട്ടിയും വലുതാണോ എന്ന് നോക്കും. വലുതാണോ എന്ന് നോക്കുമ്പോഴാണല്ലോ, എക്സ് വൈയെക്കാട്ടിയും വലുതാണെങ്കിലാണല്ലോ ഇതിനകത്തോട്ട് കയറുന്നത്. ഇഫ് എക്സ് വൈയെക്കാട്ടിയും വലുതാണ്, പക്ഷേ എക്സ് ഇസഡിനെ കാട്ടിയും വലുതല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും വരുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? അതിന്റെ അർത്ഥം വരുന്നതെന്ന് വെച്ചാൽ ഇസഡ് ലാർജസ്റ്റ് ആയിരിക്കുന്നല്ലേ. എക്സ് വൈയെ കാട്ടി വലുതാണ്, ഇസഡിനെ കാട്ടിയും വലുതല്ല. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇസഡ് ആയിരിക്കും ലാർജസ്റ്റ്. അതായത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിന്റ് എഫ് ഡബിൾ ഇൻവെർട്ടർ കോമയില് പെർസെന്റേജ് എഫ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുത്തു. ഒരു കോമ ഇട്ടിട്ട്, എന്താണ് കോമ ഇട്ടിട്ട് കൊടുക്കേണ്ടുള്ളത്? ഇസഡ് അല്ലേ അവിടെ ലാർജസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾ. അപ്പൊ അവിടെ ഇസഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ ഇസഡ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുക്കാത്ത, ഇവിടെ പെർസെന്റേജ് എഫ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുക്കാതെ ഇസഡ് ഈസ് ലാർജസ്റ്റ് എന്ന് കൊടുത്താൽ നമ്മൾ ഇസഡ് ഈസ് ലാർജസ്റ്റ് എന്ന് മാത്രമേ പ്രിന്റ് ചെയ്ത് വരും. ഇസഡ് ഇരിക്കുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്ത് വരത്തില്ല. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ പെർസെന്റേജ് എഫ് ഇട്ട് കൊടുക്കുന്നത്. ആ വേരിയബിൾ കറക്റ്റ് വേരിയബിൾ പ്രിന്റ് ആയി വരാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇഫ് കഴിഞ്ഞ് അതിന്റെ എൽസും കഴിഞ്ഞ്, ഇനി നമുക്ക് ഈ എഴുതിയേക്കുന്ന ഇഫിന്റെ എൽസ് എഴുതണം. അപ്പൊ നോക്കണം, ഈ ഇഫിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്, അതിന്റെ ക്ലോസിങ് ഇവിടെയാണ്. മൗസ് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഇഫിന്റെ എൽസ് നമ്മൾ എഴുതുകയാണ്. ആ എൽസിനകത്ത് നമുക്ക് ഇനി ഒരു ഇഫും കൂടെ തുടങ്ങാം. അതെന്തിനാന്ന് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ആ എൽസിനകത്ത് ഒരു ഇഫ് കൊടുത്തിട്ട്, അപ്പൊ നമ്മൾ നോക്കണം ഈ എൽസിനകത്ത് എപ്പോഴാണ് വരുന്നത്? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ, ഈ ഇഫിന്റെ എൽസ് അല്ലേ ഇത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ് വൈയെ കാട്ടിയും വലുതല്ലെങ്കിൽ ഈ എൽസിനകത്ത് വരും. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കണം എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല. പിന്നെ ഒന്നും കൂടെ നോക്കണം, വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണോ എന്ന് നോക്കണം. വൈയെ കാട്ടിയും വലുതാണോ ഇസഡ് എന്ന് നോക്കണം. നമ്മൾ വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് കൊടുത്തു. അങ്ങനാണെങ്കിൽ എക്സ് വൈയെ കാട്ടിയും വലുതല്ല, അപ്പൊ ഇവിടെ വൈ ആയിരിക്കും വലുത് വരുന്നത്. അതേപോലെ വൈ ഇസഡിനെ കാട്ടിയും വലുതല്ല, വൈ ഇസഡിനെ കാട്ടിയും വലുതാണ്. അപ്പോഴത്തേക്ക് വലുത് ഏതാണ്? വൈ ആണ്. അപ്പൊ നമ്മൾക്ക് എന്താണ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കേണ്ടുള്ള? വൈ ഈസ് ലാർജസ്റ്റ്, അത് തന്നെ കൊടുക്കേണ്ടുള്ള. പ്രിന്റ് എഫ് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് പെർസെന്റേജ് എഫ് ഈസ് ലാർജസ്റ്റ്, ഒരു കോമ ഇട്ടിട്ട് വൈ. അപ്പം വൈ ഈസ് ലാർജസ്റ്റ് എന്ന് കിട്ടും. ഇവിടെ തീർന്ന ഇല്ലല്ലേ? നമ്മളിപ്പോൾ ലാസ്റ്റ് എഴുതിയ ഇഫിന്റെ എൽസും കൂടെ നമ്മൾ എഴുതണ്ടേ? ഇവിടെ ഈ തുടങ്ങിയേക്കുന്ന ഇഫിന്റെ എൽസും കൂടെ നമ്മൾ എഴുതണ്ടേ? അതിനുവേണ്ടി ഈ കർലി ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എൽസും കൂടെ എഴുതുകയാണ്. അതും കൂടെ എഴുതുമ്പോഴത്തേക്ക് പ്രോഗ്രാം കറക്റ്റ് പൂർണ്ണമാവും. എൽസിനകത്ത് പ്രിന്റ് എഫ് അവിടെ നമ്മൾ എന്തിനാണ് കൊടുക്കേണ്ടുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റും അവിടെ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ എങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് വരുന്നത്? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ,
എക്സ് വൈയെക്കാട്ടിയും വലുതല്ലെങ്കിൽ, അതേപോലെ വൈ ഇസഡിനെക്കാട്ടിയും വലുതല്ലെങ്കിൽ, എക്സ് വൈയെക്കാട്ടിയും വലുതല്ല, അപ്പോഴത്തേക്ക് അവിടെ ഏതായിരിക്കും വലുത്? വൈ ആയിരിക്കും. പക്ഷേ വൈ ഇസഡിനെക്കാട്ടിയും വലുതല്ല, അപ്പൊ അവിടെ ഏതായിരിക്കും വലുത്? ഇസഡ് ആയിരിക്കും വലുത്. അപ്പൊ ഇസഡ് ലാർജസ്റ്റ് ആണെന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടുള്ളത്. അതിന് നമ്മൾ പെർസെൻറ്റേജ് എഫ് ഈസ് ലാർജസ്റ്റ് കൊടുത്തിട്ട് അവിടെ ഇസഡ് കൊടുക്കണം, കോമ ഇസഡ്. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഇൻവെർട്ടർ കേരള ബ്രാക്കറ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇവിടെ നമ്മളൊരു തുടങ്ങി അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇത് തുടങ്ങി അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ എൽസിന്റെ തുടങ്ങി അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പുറത്തെ എല്ലാം കറക്റ്റ് ആണ്. ഇനി അകത്തത് ഈ എഫിന്റെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ എൽസിന്റെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഒരുവിധ എറർ ഫ്രീ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം ആദ്യം ബിൽഡ് ചെയ്യാണ്, ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റൺ ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് നമ്പർ, ഞാനൊരു ഫസ്റ്റ് നമ്പർ 12 കൊടുത്തു. എൻ്റെ സെക്കൻഡ് നമ്പർ ഒരു 25 കൊടുക്കുന്നു. എൻ്റെ തേർഡ് നമ്പർ നമ്മളൊരു 63 കൊടുക്കുന്നു. 63 ഈസ് ലാർജസ്റ്റ്. ഓക്കെ, വലിയ നമ്പർ 63 കിട്ടി. പ്രോഗ്രാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടെ വേറെ കുറച്ച് ഇത് കൂടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കൊടുത്തു നോക്കാം. നമ്മൾ ഫ്ലോട്ട് വേരിയബിൾ അല്ലേ എടുത്തത്. ഇപ്പോൾ ഒരു 12.5 കൊടുക്കുന്നു, പിന്നെ ഒരു 6.4 കൊടുക്കുന്നു, അതേപോലെ ഒരു 32.7 കൊടുക്കുന്നു. ഓക്കെ, 32.7 ഈസ് ലാർജസ്റ്റ് വന്നു. ഓക്കെ ആണ്, കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പ്രോഗ്രാം കറക്റ്റായി വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഇതിനകത്ത് ഞാൻ വിശദീകരിച്ചതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാണും. കാരണം ഇവിടെ കുറെ ഇഫ് എൽസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ എൻ്റെ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഡൗട്ട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനി അടുത്ത ഒരു ഭാഗവും അടുത്തൊരു പ്രോഗ്രാമുമായി നമുക്ക് നാളത്തെ വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.